ഐഷു എന്ത് കളിക്കുന്നേ? കൊണ്ട് വാ. ഓളെ സ്നേഹപ്രകടനം. കുളിയൊക്കെ കഴിഞ്ഞ് ഗൈസ്, ഞങ്ങളുടെ എല്ലാവരെയും കുളി കഴിഞ്ഞ് ഇനി കുറെ എണ്ണം കൂടി കുളിച്ച് വരാനുണ്ട് ഗൈസ്. കണ്ടോ, ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. മത്തൻ്റെ ഇല താളിപ്പും മീൻകറിയായിരുന്നു ഉച്ചക്കുണ്ടായിരുന്നത്. ഞങ്ങൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. കാരണം ഇന്ന് രാത്രി ഫുഡ് കഴിക്കാൻ പോകാനുണ്ട്. മൂത്ത അമ്മേൻ്റെ വീട്ടിലേക്കാണ് ഇന്ന് രാത്രി പോകാനുള്ളത്. അതുകൊണ്ട് തന്നെ ഉച്ചക്ക് സിമ്പിളാക്കി. എൻ്റെ ഉമ്മക്ക് 4 അമ്മമാരാണുള്ളത്. ഞങ്ങൾ ഫസ്റ്റ് വന്നത് 3ാമത്തെ അമ്മേൻ്റെ വീട്ടിലേക്കായിരുന്നു. ഇനിയിപ്പം പോകുന്നത് 1ാമത്തെ അമ്മേൻ്റെ വീട്ടിലേക്കാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഇവിടെ മുകളിൽ തന്നെ ഒരു റിസോർട്ട് ഉണ്ട് കാണാൻ. അപ്പോൾ ആ ഒരു റിസോർട്ടിലേക്ക് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. ഇത് റിസോർട്ടാണ്. ഇതാ 2 റൂം അങ്ങനെ ഉള്ളത് തോന്നുന്നു ഇവിടെ. ഈ റിസോർട്ടിലേക്കാണ് ഞങ്ങൾ എത്തിയിട്ട്. റിസോർട്ടിലേക്ക് ഇവിടെ ഗസ്റ്റ് ഉണ്ടോയെന്ന് അറിയില്ല. ചെറിയ റിസോർട്ടാണ്. എന്തായാലും പോയി നോക്കാം. ഇതാണ് റിസോർട്ട്. ഗസ്റ്റ് പാർക്കിംഗ്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറട്ടെ എന്ന് വെച്ചപ്പോൾ ആൾ വന്ന് ഞങ്ങൾക്ക് തുറന്നൊക്കെ തന്നിട്ടോ. അങ്ങോട്ട് കയറി കണ്ടോളാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാണ് കയറുന്ന ആ ഒരു ഭാഗം. അത്യാവശ്യം നല്ല ഡിസൈനൊക്കെ ചെയ്ത് സൂപ്പറാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കയറി. ഞങ്ങൾ റിസോർട്ടിലേക്ക് കയറി. കാണട്ടെ ഗൈസ്. സ്റ്റെപ്പ് കയറി മേലോട്ട് വന്നാൽ ഇതാ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ ആയിട്ട് ചുമരിൽ നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതോടെ ഇൻസ്റ്റാ പേജ് ആട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ ഇതാണ് റിസപ്ഷൻ കേട്ടോ. അത്യാവശ്യം നല്ല വർക്കൊക്കെ ചെയ്തിട്ട് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഉഷാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് മേലോട്ടായിട്ട് സ്റ്റെപ്പ് കയറിയിട്ട് പോകാനുണ്ട് ഗൈസ്. ഞങ്ങളിന്ന് മേലോട്ട് കയറി നോക്കട്ടെ എന്താണെന്ന്. ഐശു ഏട്ടാ പോണത്? ഐശു ഇങ്ങോട്ട് വരോട് പറയും. ഞങ്ങൾ മേലോട്ട് കാണാൻ പോകാ പറയും. 2 ഭാഗത്തും തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് കൂടി ഞങ്ങൾ അങ്ങോട്ട് കയറുകയാണേ. ഇതാണ് ഗൈസ്. കണ്ടോ വരുന്നേ? കണ്ടോ ഒരു കൂടാരം. പിന്നെ ഗൈസ് ഇതൊക്കെയാണ് ഓരോ ഹട്ടുകൾ. അലോടല്ലോ. ഓരോ ഹട്ടിനകത്തും ഇതുപോലെ വലിയൊരു ഹാള്, പിന്നെ ബെഡ്, അതേപോലെ ചേർന്നിട്ടൊരു ടോയ്ലറ്റുമാണ് ഉള്ളത്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കാണാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് തന്നെ സ്റ്റെയർ കയറി വന്നാൽ ഇതുപോലെ ചെറിയൊരു ഹട്ട് കാണാം. ഇത് നമുക്കിങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ ഒന്ന് ചില്ലായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയ കേട്ടോ. ഇവിടെ അത്യാവശ്യം അവരെ കൊണ്ടാകുന്നത് ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കുക, ടീ കഴിക്കുക, പിന്നെ സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയ ചെറിയൊരു ഏരിയ ആണ് ഈ ഒരു കാണുന്ന ഏരിയ. ദാസ അതിൻ്റെതായ സമയമുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്. ഇവിടെ എങ്ങനെയാണ് താമസിക്കാൻ റേറ്റ്? ഇവിടെ ഇപ്പൊ സീസൺ ആയതുകൊണ്ട് 5000. വൺ ഡേ 2 നേരം ഫുഡ് ഉണ്ട്. ഡേയും ഉണ്ട്, ഡിന്നർ ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മള് പൂള് ക്യാമ്പ് ഫയർ ഒക്കെ നമ്മള് മാക്സിമം യൂസ് ആക്കും. കുഴപ്പമില്ല. ടൈമിംഗ് ഒന്നും ഇല്ല അതിനൊന്നും. ഇപ്പോൾ ഈ ഒരു ക്രിസ്മസ് സീസണും പിന്നെ അത്യാവശ്യം ടൂറിസ്റ്റൊക്കെ വരുന്ന ഒരു ടൈമൊക്കെ ആണ്. അതുകൊണ്ടാണ് ഇത്ര റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോർമൽ ടൈമിന് അത്ര റേറ്റ് ഒന്നും ഉണ്ടാവില്ല.
പിന്നെ അവിടെ ഒരു ഹട്ടുണ്ട് കേട്ടോ. അങ്ങനെ 1, അതേപോലെ 2, 3, അങ്ങനെ 4 ഹട്ടാട്ടോ അവിടെ ഉള്ളത്. പിന്നെ മുൻപോട്ട് സ്റ്റെയർ കയറി വന്നാൽ ഇത് പോണൊരു ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയർ, അതേപോലെ നമുക്ക് ഗ്രില്ല് ചെയ്യാനും പറ്റിയ ഒരു നൈറ്റിൽ നമുക്ക് ഗ്രില്ല് ചെയ്യുക, ക്യാമ്പ് ഫയർ അങ്ങനെയൊക്കെ ജോളി അടിക്കാൻ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് 2 ഹട്ടാണുള്ളത്. ഈ ഒരു ഹട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് വീഡിയോ എടുക്കാനൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് ഒരു വലിയൊരു ഹാളായിട്ടും ടോയ്ലറ്റ് ആയിട്ടും പിന്നെ ഇങ്ങനെ ബെഡൊക്കെ ആയിട്ടാണുള്ളത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല. അങ്ങനെ ഉള്ളിൽ നിന്ന് നോക്കിയപ്പോൾ തന്നെ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഉള്ളോട്ട് കയറിയിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അടുത്തുള്ള ഈ ഒരു വ്യൂ കാണാനൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങോട്ട് നോക്കിയാൽ ആ മലയൊക്കെ കാണാനൊക്കെ കൊള്ളായിരുന്നു. പിന്നെ മക്കൾസ് അവിടെ കുത്തിരുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി വീഡിയോ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹട്ടും അത്യാവശ്യം നല്ല ഹട്ടൊക്കെ തന്നെയാണ്. എന്തായാലും കുഴപ്പമില്ലാത്തൊരു ഏരിയ. ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടിയുള്ളൊരു വൈബ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഇവിടുന്ന് പോവുക കേട്ടോ. നീ മുമ്പ് പോയി നിന്നോ കേട്ടെ. ഇതിങ്ങനെ കൊണ്ടേ പോവാ. ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. തൊടേ അപ്പൻ തൊടേ. ഈ ഒരു കാണുന്ന ഹട്ട് ടോയ്ലറ്റും പിന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിച്ച് ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള ഏരിയ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയാൻ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുകയാണ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കയറുന്ന ഭാഗം എന്ന് പറയാൻ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഈ ഹട്ടിൽ നിന്ന് ഈ ഒരു റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഈ ഞങ്ങൾ ഇന്നലെ നിന്ന ഓലെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഈ റിസോർട്ട്. ഇത് അവിടെ അടുത്ത് തന്നെ, അടുത്ത് തന്നെ, ഒത്തിരി ഒന്നും ഇങ്ങോട്ട് പോയാൽ മതി. തൊട്ടടുത്ത് തന്നെ റിസോർട്ട്. നടക്കാനും ഇല്ല, അവിടെ അടുത്ത് തന്നെ റിസോർട്ട്. അങ്ങനെ ഞങ്ങളിതാ റിസോർട്ടൊക്കെ കണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള റിസോർട്ടാണ്. അധികമായിട്ടൊന്നുമില്ല സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പം അടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഗസ്റ്റ് ഒന്ന് എത്ര, 1 മാസമോ 2 മാസമായിട്ടേ ഉള്ളൂ ഈ ഒരു റിസോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഇപ്പോൾ ഒരു റൂമിന് 5000 റുപ്യ കേട്ടോ. 5000 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു സീസൺ ആണല്ലോ, ക്രിസ്മസും പിന്നെ എന്താ വെച്ചാൽ ഈ സീസൺ ആയതുകൊണ്ടാണ് 5000 രൂപ. അപ്പോൾ സീസൺ കുറഞ്ഞാൽ റേറ്റും കുറയുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു റിസോർട്ടും ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എന്താ നേരെ വീട്ടിലേക്ക് പോവുക ഗൈസ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.